എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കൊരു പേപ്പറിലുള്ള ഈ ഡേറ്റ നമുക്ക് ടൈപ്പ് അടിക്കാതെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൽ എക്സലൊക്കെ പോയിട്ട് അതിനെ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിനൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പം ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഓഫ്ലൈനായിട്ടാണ് ഞാനിപ്പം കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. നമ്മളിപ്പോൾ കാണിച്ചിരുന്നത് ഞാൻ ഓഫ്ലൈനായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു JPG ഫയലാണ്, മനസ്സിലായല്ലോ. ഡേറ്റാബേസ് ഫയലാണിത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യാതെ തന്നെ എനിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതൊരു JPG ഫയലാണ്. PDF അല്ല, JPG ഫയലാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് ചേഞ്ച്, എനിക്ക് ഈ 60,000 എന്നുള്ളത് എനിക്കിവിടെ 80,000 എന്നാക്കണം. ഓക്കെ, എനിക്ക് ഈ 72 എന്നുള്ളത് എനിക്ക് 90,000 എന്നാക്കണം. അങ്ങനെ എനിക്ക് കുറേ ചേഞ്ചസ് ഒക്കെ ചെയ്യാനുണ്ട്. എനിക്ക് കിട്ടിയ ഞാനൊരു ഫോട്ടോ എടുത്ത പേപ്പറാണിത്. അപ്പം ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഇതിനെ ഒന്ന് അടയ്ക്കുകയാണ് കേട്ടോ. അടച്ചു. അതിന് വേണ്ടി നമ്മൾ ആദ്യം സ്റ്റെപ്പ് നമ്പർ 1 ചെയ്യാനുള്ളത് മൈക്രോസോഫ്റ്റ് വേർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ ഫയൽ ഓപ്പൺ അല്ലേ പറയുന്നത്. ഇപ്പം നമ്മൾ പറയേണ്ടത് ഇൻസെർട്ട് പിക്ചർ എടുക്കണം. എന്നിട്ട് ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാൻ കുറച്ച് വലുതാക്കി കാണിക്കാം. ഉണ്ടോ, നമ്മൾ ഇൻസെർട്ട് എടുത്തു. അപ്പോൾ ദിസ് ഡിവൈസ് എന്നുള്ളത് നമ്മൾ എടുക്കുക. പിക്ചർ ദിസ് ഡിവൈസ് എന്നുള്ളത് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഫയൽ എവിടെ കിടക്കുന്നത് നോക്കുക. എവിടെ കിടക്കുന്നത്, ഡെസ്ക്ടോപ്പിലാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ ഡേറ്റാബേസ് എന്നുള്ളൊരു ഫയലാണ് സേവ് ചെയ്ത് വെച്ചാണ്ട്. ഇത് ഡേറ്റാബേസ് ഇത് കണ്ടില്ലേ, JPG ഫയൽ എന്ന് കണ്ടില്ലേ, ഇവിടെ JPG ആയിട്ടാണ് സേവ് ചെയ്തേക്കുന്നത്. പിക്ചർ ഫയലാണ്. ഞാനത് മൊബൈലിൽ കൂടെ ഞാൻ ഫോട്ടോ എടുത്തതാണ് അത് കേട്ടോ. എന്നിട്ട് ഇൻസെർട്ട് എന്ന് പറഞ്ഞു. കുറേ സൂം ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കത് ആ പിക്ചർ ഫയൽ നമുക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആ പിക്ചർ ഓപ്പൺ ചെയ്തപ്പം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് സൂം ചെയ്താൽ പിന്നെ കാണാൻ പറ്റത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഇവിടെ ഒരു ലേഔട്ട് കാണുന്നില്ലേ, ഈ ലേഔട്ടിലൊന്ന് പ്രസ് ചെയ്തിട്ട് ടൈറ്റെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഒന്ന് ഇതിലൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവ് വിത്ത് ടെസ്റ്റ് എന്നുള്ളത് ഓണാക്കണം കേട്ടോ. മൂവ് വിത്ത് ടെസ്റ്റ് ഓണാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ നമുക്ക് ഇച്ചിരി അങ്ങോട്ട് മൂവ് ചെയ്യാം. ഒരുപാട് മൂവ് ചെയ്ത് മാർജിൻ്റെ അനുസരിച്ച് വേണം മൂവ് ചെയ്യാൻ. ഓക്കെ, ഇത് മൂവ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. ആവശ്യാനുസരണം നമുക്ക് ക്രോപ്പ് ചെയ്യണം. ക്രോപ്പ് കൂടുകയും ചെയ്യരുത്. ഇതിപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ക്രോപ്പ് എന്നുള്ളത് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഞാൻ ക്രോപ്പ് ആവശ്യാനുസരണം ഞാൻ ക്രോപ്പ് ചെയ്തു. എന്നിട്ട് ഫയലെടുത്തു. എന്നിട്ട് സേവ് ആസ് എടുക്കാം. സേവ് ആസ് എടുത്തിട്ട് എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത്, നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് തന്നെ സേവ് ചെയ്യാം. നമുക്ക് ഡെസ്ക്ടോപ്പ് എടുത്തു. എന്നിട്ട് എന്ത് പേരാണ് കൊടുക്കേണ്ടത്, ഡേറ്റാബേസ് എന്ന് തന്നെ നമുക്ക് ഡേറ്റാബേസ് എന്നുള്ള അത് പേര് കൊടുത്തു. പക്ഷേ ഇതിനെ നമ്മൾ വേർഡ് ഡോക്യുമെൻ്റായിട്ടല്ല സേവ് ചെയ്യേണ്ടത്. ഇതിനെ നമുക്ക് സേവ് ചെയ്യേണ്ടത് ഏതായിട്ടാണ്, PDF ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ വന്നു നമ്മൾ എന്തെടുക്കണം, PDF എന്നുള്ളത് എടുക്കണം കേട്ടോ. മറക്കരുത്, PDF എന്നുള്ളതാണ് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സേവ് എന്ന് പറയാം. സേവ് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതിനെ നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ നമ്മൾ ചെയ്തതന്നെ ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഫയലെടുത്തു. നമ്മൾ എന്ത് ചെയ്തു, ഓപ്പൺ എടുത്തു. എന്നിട്ട് ദിസ് PC പോയി. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി. ഡെസ്ക്ടോപ്പിൽ നമ്മളിപ്പോൾ ഡേറ്റാബേസ് എന്നൊരു PDF ഫയലായിട്ടാണ് സേവ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഡേറ്റാബേസ് ഇതുണ്ട്. ഈ ഫയലായിട്ടാണ് നമ്മളിപ്പോൾ സേവ് ചെയ്തത്. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് ഓപ്പൺ പറയാം. എന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മളവിടെ വന്നിട്ട് ഓക്കെ. ഇപ്പോൾ നോക്കിക്കോ, നമ്മൾ അടിച്ച ഡേറ്റാസൊക്കെ നമുക്ക് അതുപോലെ ചെറിയൊരു വ്യത്യാസമൊക്കെ അവിടെ ഇവിടെയൊക്കെ വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് 80,000 എന്നായിരുന്നു അടിക്കേണ്ടത്. ഉണ്ടോ, 80,000. എനിക്ക് ഇവിടെ എത്ര ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, എനിക്ക് 90,000 എന്നായിരുന്നു അടിക്കേണ്ടത്. ഉണ്ടോ, 90,000. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മാറ്റമുണ്ട്. അങ്ങനെ ചെറിയ അലൈൻമെൻറ്റിനൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ നിങ്ങളത് മാറ്റണം. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുകയാണ്, ഇതിനെ എനിക്ക് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണം, എനിക്ക് എക്സലിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുക.
അപ്പം ഇതണ്ട ഇങ്ങനെ നമ്മൾ കോപ്പി ചെറിയൊരു അലൈൻമെൻറ്റൊക്കെ വ്യത്യാസം വരും കേട്ടോ. അത് നമ്മൾക്ക് ചെയ്യണം. എല്ലാം 100% കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമ്മളിവിടെ ബ്ലാങ്ക് എടുക്കുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് എടുക്കുക, എന്നിട്ട് ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ ഇതെടുക്കണം കേട്ടോ. കുറച്ചുകൂടെ എളുപ്പം കിട്ടും നമുക്ക്. കണ്ടോ, രണ്ടാമത്തെ ഇതെടുത്തു. ഇനി നമുക്കിവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് ഈ 2 നെയിം ഇവിടെയോ പോയിട്ടുണ്ട്. അതെന്തോ ടൈപ്പ് അലൈൻമെൻറ്റിൻ്റെ വല്ല പ്രശ്നമായിരിക്കും. നമ്മൾ ടൈപ്പ് ഉണ്ടോ. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഓൺലൈനായിട്ടും ചെയ്യാം. ഓൺലൈനായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾക്ക് ഇവിടെ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഒന്ന് മിനിമൈസ് ചെയ്തിരട്ടെ. ഇവിടെ ബ്രൗസ് എടുക്കുക, എന്നിട്ട് ഐ ലവ് PDF അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൺവെർട്ട്, ഇങ്ങനെ ഒരുപാട് സൈറ്റുണ്ട്. ഇപ്പോൾ ഒന്ന് കൺവെർട്ട് എന്താ JPG to PDF അല്ലെങ്കിൽ ഐ ലവ് PDF എന്നൊക്കെ അടിക്കാം. അങ്ങനെ ഒരുപാട് നമുക്കിവിടെ വന്ന് കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ സെലക്ട് JPG ഫയൽ കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഒക്കെ മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ ഓഫ്ലൈനിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നെറ്റില്ലെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സെയിം വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പം ആൾക്കാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു തവണയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചത്. നമുക്ക് വേറൊരു ഫയൽ എടുത്ത് നോക്കാം. ഡേറ്റാബേസ് ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫയൽ കണ്ടോ, ഇങ്ങനെ ഒരു ഫയൽ. പക്ഷേ ഇതൊട്ടും ക്ലിയർ അല്ല. ഞാൻ എൻ്റെ മൊബൈലിൽ കൂടെ എടുത്തൊരു ഫോട്ടോയാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, എനിക്കിനി ഇതിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം. മൊബൈലിൽ കൂടെ എടുത്ത ഒരു പേപ്പറാണിത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം പേഡ് തുറക്കുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് വേണേ. പേഡ് തുറക്കുക. തുറന്നു പോയോ? പേഡ് തുറന്നു. ഇൻസെർട്ട് എടുത്തു, പിക്ചർ എടുത്തു, ഡിവൈസ് എടുത്തു, ഡെസ്ക്ടോപ്പ് എടുത്തു. എന്നിട്ട് അതിൻ്റെ പേരെന്തുമായിരുന്നു? സ്കാൻ എന്നെങ്ങാണ്ടായിരുന്നു തോന്നുന്നു. സ്കാൻ എന്നുള്ളത് ഇത് JPG ഫയലാണ് കേട്ടോ. അതായിട്ട് ഇവിടെ കാണുന്നില്ലേ JPG. അത് ഇൻസെർട്ട് എടുത്തു കണ്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഇനി തുറന്നെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ വന്നു. എന്നിട്ട് നമ്മളിവിടെ ടൈറ്റ് എന്നുള്ള എടുത്തു, മൂവ് വിത്ത് ടെക്സ്റ്റ് എന്നുള്ള എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോപ്പ് എടുത്തു. ക്രോപ്പ് നമ്മളൊന്ന് പ്രസ് ചെയ്തു. അതിനെ കുറച്ച് ഇങ്ങോട്ടൊന്ന് മാറ്റി, കുറച്ച് താഴെയൊക്കെ ഒന്ന് വ്യത്യാസം ചെയ്യേണ്ടതൊക്കെ ഒന്ന് വ്യത്യാസം ചെയ്തു. എന്നിട്ട് നമ്മൾ ക്രോപ്പ് എടുത്തിട്ട് നമ്മൾ ക്രോപ്പ് എന്ന് പറഞ്ഞു എല്ലാം മാറ്റി. എന്നിട്ട് എന്ത് ചെയ്യണം? ഫയലെടുത്തു, സേവ് ആസ് എടുത്തു, ദിസ് PC എന്നുള്ള എടുത്തു, ഡെസ്ക്ടോപ്പ് എടുത്തു. ഇവിടെ PDF ആയിട്ട് നമ്മൾ സേവ് ചെയ്തു. ഇതിന് ഞാനൊരു പേര് കൊടുത്തത് സ്കാൻ 2 എന്ന് പേര് കൊടുത്തു. ഓക്കെ, സേവ് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഫയലെടുത്തു, ഓപ്പൺ എടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു? ദിസ് PC എടുത്തു, ഡെസ്ക്ടോപ്പിൽ ഞാൻ തിരിച്ചു പോന്നു. എന്നിട്ട് സ്കാൻ 2 എന്നുള്ളത് PDF ആയിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുക. വേണ്ട അടുത്ത് ഞാനിവിടെ ഓപ്പൺ പറഞ്ഞു. എന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു. ഞാനിവിടെ ഓക്കെ എന്ന് പറഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ ആ പേപ്പറാണോ ഇതിപ്പം കാണുന്നത്? കണ്ടോ, നമുക്കിതിനെ ഇവിടെ 200 ആക്കാം. ഇതിനെ നമുക്കിവിടെ 300 ആക്കാം. കണ്ടോ, നമ്മൾ മുമ്പ് കുഞ്ഞു മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. അത് ചെറുതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 100% നമുക്ക് കിട്ടണമെന്നൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതേണ്ട, ഇതാണ് നമ്മുടെ പേപ്പർ. ഞാൻ എൻ്റെ മൊബൈലിൽ കൂടെ തന്നെ ആ പേപ്പർ സ്കാൻ ചെയ്തതാണ്. സ്കാൻ പോലും ചെയ്തതല്ല, മൊബൈലിൽ കൂടെ തന്നെ ചെയ്തതാണ്. അപ്പോൾ സ്കാൻ ചെയ്താൽ കുറച്ചുകൂടെ ക്ലിയറായിട്ട് വരും. അപ്പോൾ നമുക്ക് വേർഡിൽ നമുക്കിത് കിട്ടി കണ്ടോ, വേർഡിൽ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? നമുക്ക് ഇത് കണക്കൊക്കെ അല്ലേ, നമുക്ക് എക്സലല്ലേ ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. Ctrl+C എന്നൊന്ന് പ്രസ് ചെയ്തു. നമ്മളിവിടെ എക്സലിലോട്ട് പോയി. പിന്നെ അടുത്ത ഷീറ്റ് എടുത്തു. ഞാനിവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു? ഇതെടുക്കണം, രണ്ടാമത്തെ കേട്ടോ, പേസ്റ്റ് എടുക്കണം. പേസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം കിട്ടി. പിന്നെ ചെറിയ അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് എന്ത് എളുപ്പമാണ് നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഉണ്ടോ. ഇവിടെ വന്ന് നമുക്കിവിടെ വന്ന് ഓരോന്നും
എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ എന്താണ് ഈ പേപ്പറിലുള്ള ഡേറ്റ നമ്മൾ ടൈപ്പ് അടിക്കാതെ തന്നെ എന്ത് ചെയ്തു, വേർഡിലും എക്സലിലൊക്കെ കൊണ്ടുവന്ന് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.